everyone, welcome back to Raj Talks. ലിങ്കം റൈറ്റർ ഡയറക്ടർ ലക്ഷ്മി ശരവണകുമാർ പുതിയൊരു തമിഴ് വെബ് സീരീസ് ആണ്. ഇറ്റ്സ് അവൈലബിൾ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ, സ്റ്റാറിംഗ് കതിർ, ദിവ്യ ഭാരതി, ബോസ് വെങ്കട്ട്, പൂർണിമ രവി, നിഖില ശങ്കർ, ആ, രഘു ഇസക്കി, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. ഇതിൽ ഒരുപാട് പേരൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് ഇനി വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. മേജർ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഒരു ക്ലിഫ് ഹാങ്ങർ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്ന കൈൻഡ് ഓഫ് സീസൺ 1 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. 1986 സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ച് 1997 വരെയുള്ള കാലഘട്ടത്തിൽ നിൽക്കുന്ന നാഗർകോവിൽ പശ്ചാത്തലമായിട്ടുള്ള അധോലോകം, രണ്ട് കാസ്റ്റ് കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള രണ്ട് അധോലോകം. അവിടെ തന്നെ നായകനായിട്ട് വരുന്ന കതിറിൻ്റെ ക്യാരക്ടർ കബഡി പ്ലെയറാണ്, അഭ്യസ്ത വിദ്യനാണ്. പോലീസിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഗവൺമെൻറ് ജോലികളിൽ കയറാൻ വേണ്ടിയിട്ട് കൂടെയുള്ള അതേ സമപ്രായക്കാരെയും മറ്റു കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന, അങ്ങനെ എല്ലാവരും ആ ലെവലിലേക്ക് രക്ഷപ്പെടണമെന്നൊക്കെ തോന്നുന്ന, അവസാനം അധോലോകത്തിൻ്റെ വഴിയെ എത്തി നിൽക്കുന്ന നായകൻ. ഈ കഥ ടെംപ്ലേറ്റ് ആണ്. നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് നിൽക്കുന്ന അതേ കഥാപാത്രങ്ങൾ, സാഹചര്യങ്ങൾ. ഒരു പക്ഷേ നമ്മൾ കാണുന്ന ഈ അടുത്ത് കണ്ട വടച്ചെന്നൈയുടെ ആണെങ്കിലും ഒരുപാട് സിനിമകളുടെ സാദൃശ്യം നമുക്ക് തോന്നും. നമുക്ക് ഒരുപാട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെയൊക്കെ നൈസായിട്ട് നമ്മൾ ഈവൻ ഇപ്പോൾ ചതിക്കും എന്ന് തോന്നുന്നിടത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഈ വെബ് സീരീസിലുണ്ടാവും. ഓരോ വെബ് സീരീസ് എൻഡ് ചെയ്യുമ്പോഴും അത്യാവശ്യം നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുള്ളതിൻ്റെ ഉപരി ഇതിലങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്ക് എൻഡ് ടു എൻഡ് പ്രഡിക്റ്റബിൾ ചെയ്യാൻ പറ്റും. ഹാവിങ് സെഡ് ദാറ്റ്, ഈ വെബ് സീരീസ് കണ്ടിരിക്കാൻ ഏറെ പ്രേരിപ്പിക്കുന്ന, എന്നെ സംബന്ധിച്ചുള്ള 8 എപ്പിസോഡ് ഞാൻ അങ്ങനെ മുഴുവനായിട്ട് കണ്ടു തീർത്തു ഒറ്റ സ്ട്രെച്ചിൽ. അതിനൊറ്റ കാരണം കതിർ എന്ന് പറഞ്ഞ നടൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ സുഴൽ 1 and 2 രണ്ട് വെബ് സീരീസ് ആമസോൺ പ്രൈമിൽ പുള്ളിയുടേതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പുള്ളി ആണ് മെയിൻ ലീഡെങ്കിലും പുള്ളിയുടെ അഭിനയം കണ്ടിരിക്കാൻ അടിപൊളിയാണ്. ആ വെബ് സീരീസിൽ വേറെയും ആൾക്കാരുണ്ട്. പക്ഷേ പരിയേരും പെരുമാൾ പോലുള്ള അത്രയും വലിയ കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നായകൻ ഫ്ലോപ്പായി കഴിഞ്ഞാൽ ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ഫ്ലോപ്പാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ചായ ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് സൂം ചെയ്യുന്ന ആ, ഒരു സീനിന് മുമ്പായിട്ട് കതിര് സംസാരിക്കുന്നൊരു ഡയലോഗുണ്ട്. ഞാൻ ഞാനായിട്ടിരിക്കുന്ന വരയ്ക്കും, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്ന വരയ്ക്കും ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പുള്ളി ബ്യൂട്ടിഫുള്ളായിട്ട് തമിഴിൽ പറയുന്നൊരു സീനുണ്ട്. അങ്ങനെ ഓരോ സിനിമകളിലും പുള്ളി മാറി മാറി അഭിനയിച്ച് വരുമ്പോൾ, പല പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിക്കൊരു വലിയ റേഞ്ചുണ്ട്. വിക്രം വേദയിൽ നമ്മുടെ എന്താ പറയുക, വിജയ് സേതുപതിയുടെ അനിയനായിട്ട് വരുമ്പോൾ പുള്ളിയുടെ പ്രകടനം, അങ്ങനെ ഓരോ സിനിമകളിലും പുള്ളി അടയാളപ്പെടുത്തുന്ന, ഈ അടുത്ത കാലത്ത് മലയാളത്തിലും പുള്ളി ഒരു സിനിമ അഭിനയിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതിലെയും പുള്ളിയുടെ പെർഫോമൻസ് ഇതിലെത്തി നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, കതിർ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട് ഈ സിനിമയിൽ പലർക്കും ഉണ്ട്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളതോ അവരെയൊക്കെ അണ്ടർ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് കതിറിനെ ഒഴിച്ച്. കതിറിൻ്റെ ഒരു എന്താ പറയുക, കബഡി പ്ലെയർ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ബോഡി മാനറിസം കാര്യങ്ങളിലൊക്കെ പുള്ളി എക്സൽ ചെയ്തിരിക്കുന്ന ഒരു രീതി, പോലീസ് ആവണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാരുടെ പുറകെ നടന്ന് അവരെയൊക്കെ പ്രീതിപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്ത് ആവാൻ പറ്റാതെ വരുമോ എന്നുള്ളൊരു പേടി വരുന്നിടത്ത് താൻ പോലും അറിയാതെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉള്ള വിഷമമുള്ള ഒരവസ്ഥ. അവിടുന്ന് പിന്നെ നമ്മൾ എല്ലാ സിനിമകളിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുള്ളി പെട്ടുപോവുകയാണ്, അധോലോകത്തിലോട്ട് പുള്ളി പെട്ടുപോവുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ. പിന്നെ അധോലോകത്തിൽ ഇങ്ങനെ കയറി കയറി കയറി, അതായത് നാഗർകോവിൽ അധോലോകം, അപ്പോൾ ആ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്, ആ കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ കയറി 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 അവസാനം ഒരു ഈവിൾ ലെവലിലെത്തി, ഒരു എക്സ്റ്റസി ലെവലിൽ പുള്ളി എത്തും. അതായത് ഇനി ചോര കണ്ട് അറപ്പ് മാറുന്ന ഒരു സ്റ്റേജിൽ പുള്ളി എത്തുന്ന ഒരു ആർക്കുണ്ട്. അത് അത്രയും പുള്ളി ഒരിടത്ത് പോലും ചോരാതെ ഒരുപാട് ഹൈ മൊമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. പുള്ളി ചെയ്യുന്ന പരിപാടികൾ, അതാണ് പറയുന്നത്, ഇത് വർക്ക് ഇൻ ഫ്യൂ പാർട്സ്. മൊത്തത്തിൽ ഇതൊരു വലിയ വെബ് സീരീസ് അല്ല. ചില ചില ഇടങ്ങളിലേക്ക് നല്ല രസകരമായിട്ട് ഇത് വർക്കാവുന്നുണ്ട്. പക്ഷെ ചില എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലാറ്റുമാണ്. ഭൂരിഭാഗവും ഫ്ലാറ്റാണ്. വളരെ ചെറിയിടത്ത് മാത്രമാണ് ഇതൊന്നൊരു ഹൈ നമുക്ക് തരുന്നത്. ഇതിൽ കണ്ടിരിക്കാൻ പറ്റുന്നത് കതിറിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ദിവ്യ ഭാരതിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കതിറിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്ന ഒരാളുണ്ട്. ഓബ്വിയസ്ലി ഏറ്റവും അവസാനമാകുമ്പോൾ ഇവരൊക്കെ ചേരിതിരിയും. അപ്പോൾ ആ പുള്ളിയും നന്ന് രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ ഒരു അഡ്വക്കേറ്റ് കഥാപാത്രമുള്ള ഒരു ചേട്ടൻ, പുള്ളിയെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ചിലപ്പോൾ പുള്ളിയുടെ പേരുണ്ടാവും.
ആ പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാ അഭിനയങ്ങളും കൊള്ളാം. പക്ഷേ ഇവരൊക്കെ അഭ്രപാളിയിൽ എവിടേക്കോ ഒളിഞ്ഞു കിടക്കുകയാണ്. ഫുൾ ഒരു കതിർ ഷോ ആയിട്ട് ഇത് പോകുന്നു. കതിർ ഒരു നെക്സ്റ്റ് ലെവൽ ഹീറോ ആയിട്ട് മാറേണ്ടതിന്റെ ആവശ്യകത ഈ വെബ് സീരീസ് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ കതിരിന്റെ പെർഫോമൻസ് കൊണ്ട് ഭയങ്കര രസമായി കണ്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നറേഷൻ നമ്മൾ കേട്ട് പഴകിയ അതേ കഥ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് വൺസ് അഗെയിൻ കതിരിന്റെ ഒരു വലിയ ഫാനായി. ഇപ്പം ഞാനൊരു കമ്പാരിസൺ പറയുകയല്ല. അതൊരു ഭാഗ്യമാണ്. സിനിമ എന്ന് പറയുന്നത് ഏതൊരു കാര്യവും ഭയങ്കര ഭാഗ്യമാണെന്ന് ചില സമയത്ത് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ പ്രദീപ് രംഗനാഥിനെ എടുത്തു കഴിഞ്ഞാല്, പുള്ളി അഭിനയിച്ചിരിക്കുന്ന പടങ്ങളിലെ ഭൂരിഭാഗവും എബോവ് 100 ക്രോർസ്. പുള്ളി ഒരു ഭയങ്കര ക്രെഡിബിൾ ആക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ കതിറിന്റെ ഒരു റേഞ്ച് ഓഫ് ആക്ടിങ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ്. കതിർ വേറെ എവിടെയോ ആണ്. വേറെ ലീഗിലാണ് കതിർ നിൽക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു വലിയ ബോക്സ് ഓഫീസ് സക്സസ് ഉള്ളൊരു നായകനല്ല. അല്ലെങ്കിൽ പുള്ളി ഇപ്പോഴും അങ്ങനെ ഒരു ലീഗിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ, പുള്ളിയുടെ കഴിവുകൾ കാണുമ്പോൾ, പുള്ളിയുടെ ഓരോ ഇതുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഡോറ് വലിച്ചടച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ശരി, പുള്ളി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണെന്നാണെങ്കിലും ശരി, കബഡിയുടെ സമയത്തുള്ള പുള്ളിയുടെ ഒരു ഒരു ഇതുണ്ട്, ഇത് ജയിക്കണം എന്നുള്ളത്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അങ്ങനെ പല റേഞ്ചിലുള്ള ആർക്കുകൾ പുള്ളിക്ക് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ വെബ് സീരീസിലുണ്ട്. അത് പുള്ളി നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊരു ഫുൾ ഇൻട്രസ്റ്റിംഗ് വാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വെബ് സീരീസാണ്. വീടിൻ്റെ അകത്തളത്തിലിരുന്ന് സുഖമായി കാണാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ എന്തും എടുക്കും. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് കണ്ട പെർഫോമൻസുകളുള്ള, പക്ഷെ ഒരു കഥാഖ്യാനം അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ രീതിയിലോ വെബ് സീരീസ് എന്നുള്ള രീതിയിലോ വലിയ എക്സൈറ്റിംഗ് തരാത്തൊരു സംഭവം. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.